ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലെ അൽബെയ്ത്ത് സ്റ്റേഡിയത്തിലാണ്. നമുക്കെല്ലാം അറിയാലോ, വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ നടന്ന ഈ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് അൽബെയ്ത്ത് സ്റ്റേഡിയത്തിലെ വിശേഷങ്ങൾ കാണാം. ഇത് നമ്മുടെ 2022 ഫിഫ വേൾഡ് കപ്പ് നടന്ന 8 സ്റ്റേഡിയങ്ങളിൽ ഒരു സ്റ്റേഡിയമാണ്. ഇത് ദോഹയിൽ നിന്ന് 30 കിലോമീറ്റർ മാറി അൽക്കൂർ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഈ സ്റ്റേഡിയം ഉള്ളത്. അപ്പോൾ ഇതിലെ സ്പെഷ്യാലിറ്റിയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്റ്റേഡിയം ഓപ്പൺ ആയത് 2021 നവംബറിലാണ്. അതിനുശേഷം കുറച്ച് പ്രാദേശിക മാച്ചുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ഒഫീഷ്യലായിട്ട് ഇവിടെ കളി നടന്നത് 2022 ഫിഫ വേൾഡ് കപ്പാണ്. ഒരുപാട് മാച്ചുകൾ ഈ സ്റ്റേഡിയത്തിൽ നടന്നു. അതുപോലെ ഈ സ്റ്റേഡിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ഏകദേശം 70,000ആണ്. അതുപോലെ മീഡിയാസിന് വേണ്ടി തന്നെ ഏകദേശം 1000 സീറ്റോളം ഈ സ്റ്റേഡിയത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ പാർക്കിംഗ് ആണ് നമ്മൾ കുറച്ച് എടുത്തു പറയേണ്ടത്. ഇവിടുത്തെ പാർക്കിംഗ് എന്ന് വെച്ചാൽ ഏകദേശം 6000 കാറുകൾക്ക് ഒരേ സമയത്ത് പാർക്കിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ സ്റ്റേഡിയത്തിനുണ്ട്. അതുപോലെ തന്നെ 350ഓളം ബസ്സുകൾക്ക് ഈ സ്റ്റേഡിയത്തിൽ പാർക്ക് ചെയ്യാൻ കഴിയും. അതുകൂടാതെ തന്നെ പബ്ലിക് ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സെപ്പറേറ്റ് സ്ഥലം, അതുപോലെ ടാക്സി സർവീസുകൾക്ക് സെപ്പറേറ്റ് സ്ഥലമെല്ലാം ഈ സ്റ്റേഡിയത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും വലിയൊരു ഏരിയ ആണ്. അതായത് സ്റ്റേഡിയത്തിന് പുറമേയും ഒരുപാട് ഏരിയ ഈ ഇവിടെ ഉണ്ട്. ഇപ്പോൾ മാച്ചൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പബ്ലിക്കിന് പ്രവേശനമില്ല. പക്ഷേ സ്റ്റേഡിയത്തിൻ്റെ വെളിയിലുള്ള ഈ പാർക്കിലേക്ക് നമുക്ക് പബ്ലിക്കിന് ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇതിൽ തന്നെ ഇപ്പം കണ്ടില്ല, ഒരു ഓപ്പൺ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിൽ വന്നിട്ട് ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഉള്ളിലേക്ക് ഫ്രീ ആയിട്ട് കയറാവുന്നതാണ് ഈ പാർക്ക് ഏരിയയിലേക്ക്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സിന്തറ്റിക് ട്രാക്കുകളുണ്ട്, സൈക്കിൾ ട്രാക്കുണ്ട്, പിന്നെ വാക്ക് വേ ഉണ്ട്. നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ നല്ല ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഈ സ്റ്റേഡിയത്തിന് തന്നെ നമുക്ക് ആ ഫെൻസിങ് കാണുന്നോടം വരെയാണ് നമുക്ക് എൻട്രി ഉള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല. ബാക്കി ഇതുപോലെയുള്ള ഈ ഏരിയയിൽ കൂടെയൊക്കെ നമുക്ക് നടക്കാം. അതുപോലെ ഒരു 1-2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുപോലെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടുന്ന് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉണ്ട്. ഒരുപാട് ഫെസിലിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പാർക്കാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്തുള്ളത്. ഇതെല്ലാം പബ്ലിക്കിന് ഫ്രീ ആണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിനുള്ള വന്ന് കയറാം. ഈ ഏരിയയിലൊക്കെ അതുപോലെ ഗാർഡൻ, ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല ഫ്ലവേഴ്സ്. അതുപോലെ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ ഇവിടെ മെയിൻ്റെനൻസ് നടക്കുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ കുളത്തിൽ വെള്ളമില്ല. അതുപോലെ ഒരു ചെറിയൊരു കനാലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് വേൾഡ് കപ്പ് നടന്ന സമയത്ത് ഇതിൽ കൂടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതിലെന്തോ ഒരു ചെറിയ മെയിൻ്റെനൻസ് എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. അപ്പോൾ അതിലിപ്പം വെള്ളമില്ല. അതുണ്ട്, ചെറിയൊരു ബ്രിഡ്ജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കുറേ സ്റ്റോൺസൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് ഈ സ്റ്റേഡിയത്തിന് വെളിയിലുള്ള പാർക്കൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഉണ്ടോ? പക്ഷേ ഇപ്പം എന്തോ മെയിൻ്റെനൻസ് നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇവിടെ വെള്ളമില്ല. അപ്പോൾ ഈ കുളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു മനോഹരമായൊരു വലിയൊരു തടാകമുണ്ട്. ആ തടാകത്തിൽ നമുക്കാണ് പെഡൽ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 35 റിയാലാണ് പെർ ഹെഡ് അവരതിന് വേണ്ടി ചാർജ് ചെയ്യുന്നത്. ഒരു വലിയ മനോഹരമായ ഒരു തടാകമാണ് കേട്ടോ. ഒരു വലിയൊരു ഏരിയ തന്നെ ഉണ്ട്. അതിൽ ഒരുപാട് താറാവുകളും അരയന്നങ്ങളൊക്കെ ഉണ്ട്. അത് പല കളറിലുള്ള താറാവുകൾ, അരയന്നങ്ങൾ, വർണ്ണ കളറുകളുള്ള പല പക്ഷികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് നമുക്കിവിടെ വന്ന് ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നാണ് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ താറാവുകളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഒരുപാട് പേര് അതിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് അൽബെയ്ത്ത് സ്റ്റേഡിയത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.